ഇന്ത്യയിൽ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തൂക്കുകയർ കൊടുത്തതായിട്ട് നിങ്ങൾക്കറിയാമോ? ഒരാളെ കൊന്നാൽ, ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, ഒരാളെ ഇന്ത്യയിൽ കൊന്നാൽ എന്താണ് അവനുള്ള ശിക്ഷ അല്ലെങ്കിൽ അവൾക്കുള്ള ശിക്ഷ? അല്ല ഇഷ്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെങ്കിൽ എന്ത്? ഈ അടുത്ത് കേട്ടിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസാണ്, അച്ഛനെ ലഹരിക്കടിമയായ മകൻ അടിച്ചു കൊന്നു, അത് കഴിഞ്ഞ് മകൻ അമ്മയെ വെട്ടിക്കൊന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ഇന്ത്യയിൽ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്നത് പോലെ തന്നെ കൊല ചെയ്താലും എന്താ കുഴപ്പം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കപ്പെടുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി കണ്ടിട്ട് എന്താണ് ഞാൻ മുഴുവൻ പോലെന്ന് പറയാതെ ചുമ്മാ എന്നെ തെറി വിളിക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. സോ മുഴുവൻ കാണുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടുന്ന കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ്. യെസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ദിസ് ഇസ് RJ ആൻഡപ്പൻ. അപ്പോൾ ഇന്നൊരു സോഷ്യൽ കൺസേൺ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം ഈസ് അബൌട്ട് കഷായം ഗ്രീഷ്മയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും കുറേ പേരുടെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ എന്നാ സംഭവം അല്ലേ, എന്തായാലും തൂക്കുകയറൊക്കെ കൊടുത്തില്ലേ, ഇതാണെന്നുള്ളത്. ഇപ്പോൾ പല ചർച്ചകളിലും ഇപ്പോൾ വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീഷ്മയ്ക്ക് ഇനിയിപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ, ഹൈക്കോടതിയാണെന്നുണ്ടെങ്കിലും സുപ്രീം കോടതിയിലേക്കും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അതിലാദ്യം തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ത്യയിൽ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് തൂക്കുകയർ കൊടുത്തതായിട്ട് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ അത് കൊടുത്തതൊക്കെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് അത് ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ അറിവിലില്ല കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ അറിവ് തെറ്റാണെന്നുണ്ടെങ്കിൽ ഐ എം സോറി. തൂക്കുകയർ കിട്ടിയിട്ടുണ്ടായിരുന്ന സ്ത്രീക്ക് പിന്നീട് അത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്, അതാണ് കേട്ടോ. അപ്പം എന്തായാലും ഇനി ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം. സ്വാഭാവികമായിട്ട് ഞാനിത് മുമ്പും ഇതിനെ പറ്റിയിട്ടുള്ള പല സംസാരങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രീഷ്മയ്ക്ക് കളിയാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു റയറസ്റ്റ് ഓഫ് ദ റയർ കേസാണോ എന്നുള്ളൊരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ റയറസ്റ്റ് ഓഫ് ദ റയർ? എനിക്കിപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കാനുള്ള റീസൺ, പലരും ഇതിനെപ്പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ച് പോകുന്നുണ്ട്. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഭയങ്കര പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു മനുഷ്യനെ കൊന്നാൽ എന്താണ് കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഒരു മനുഷ്യൻ അവൻ്റേതായിട്ടുള്ള എന്ത് കാരണത്തിനും ആവട്ടെ, ഇനിയിപ്പോൾ ചുമ്മാ തോന്നിയിട്ട് കൊന്നതാണെന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം തെളിയിച്ച് വന്ന് ഇനി അവന് തൂക്കുകയർ കൊടുത്താൽ മേൽക്കോടതിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പ്രായം, പഠനം, പലതരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അത് എടുത്ത് കളയുന്നു. ഇതിൽ കുറേ ഹ്യൂമൻ ആക്ടിവിസ്റ്റുകളും ബാക്കി ആൾക്കാരുമാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കുകയറൊന്നും കൊടുക്കാൻ പാടില്ല. നമ്മൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുള്ള സമൂഹമാണ്. അവിടെ ഒരാളുടെ മരണത്തിന് വീണ്ടും മരണം കൊണ്ടല്ല ഉത്തരം പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരാളെ കൊന്നാൽ, ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, ഒരാളെ ഇന്ത്യയിൽ കൊന്നാൽ എന്താണ് അവനുള്ള ശിക്ഷ അല്ലെങ്കിൽ അവൾക്കുള്ള ശിക്ഷ? കുറേ കാലം ജയിലിൽ സൂപ്പറായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ ജയിലിലെ അവസ്ഥ എടുത്തു നോക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഏകദേശം കുറച്ച് മുമ്പ് കറണ്ട് പോയിട്ട് എത്രയോ നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല. ജയിലിൽ കറണ്ട് പോക്ക് പോലും ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ലാബിഷ് ഫുഡ്, വെള്ളത്തിന് വെള്ളം, ലൈബ്രറി വേണോ ലൈബ്രറി, അങ്ങനെ എന്ത് ഫെസിലിറ്റി ആണോ ഉള്ളത് അതെല്ലാം എവിടെ കിട്ടുന്നുണ്ട്? ഈ പറയുന്ന പോലെ ജയിലിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഈ അടുത്തൊരു ഇൻസിഡൻറ്റും അതിനെ പറ്റിയുണ്ട്. ഞാൻ പിന്നെ ഒരുപാട് രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല, എന്നാലും അങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ കുറച്ച് VIP കൂടെ ആണെന്നുണ്ടെങ്കിൽ നിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ ലെവലും ആയിരിക്കും, നിനക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് വേറെ ലെവലും ആയിരിക്കും അല്ലേ? അപ്പം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ സുഖമായി ജീവിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ ഈ നിയമം അല്ലെങ്കിൽ നിയമത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള പല സംഭവങ്ങളും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ഇന്ന് ആ ഒരു ലെവലിലേക്ക് ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് കൊൽക്കത്തയിലെ സംഭവം റയറസ്റ്റ് ഓഫ് ദ റയർ കേസ് അല്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ആകെ ജീവപര്യന്തം മാത്രമാണ് കൊടുത്തത്. അത് ഭയങ്കര ബ്രൂട്ടലായിട്ടുണ്ടായിരുന്ന ഒരു കേസിൽ
ആകെ ജീവപര്യന്തം മാത്രമേ കൊടുത്തുള്ളൂ. എനിക്കൊരാളെ കൊന്നു കാണേണ്ട സന്തോഷത്തിനൊന്നുമല്ല ഞാനിപ്പോൾ ഈ ഒരു സംസാരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും പോരാത്തതിന് നേരത്തെ ഞാൻ ഈ പറഞ്ഞല്ലോ, ഗ്രീഷ്മയ്ക്ക് ഇനി ഒന്നും പേടിക്കണ്ട. ഇന്ത്യൻ നിയമം സ്ത്രീക്കായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അത് ഒന്നാമത് പറയുമ്പോൾ ഞാനത് അങ്ങനെ തെറ്റായ രീതിയിലല്ല പറയുന്നത്. സ്ത്രീക്ക് ഭയങ്കര പ്രിവിലേജുകൾ നൽകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ആരൊക്കെ എന്തൊക്കെ ഇനി അല്ല ആണെന്നൊക്കെ പറഞ്ഞാൽ പോലും ആണ്. കാര്യം ഇന്ന് വരേക്കും ഈ പറയുന്ന പോലെ തുല്യത എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിലും തൂക്കുകയറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ സ്ത്രീക്ക് എടുത്തു നോക്ക്, സ്ത്രീ എന്ന പരിഗണന കൊണ്ട് തൂക്കുകയർ കൊടുക്കാത്ത എത്രയോ കേസുകളുണ്ട് ഇല്ലേ? ഇനി ആ ഒരു സംഭവം മാത്രമല്ല, ഇനി പല കേസുകളിലാണെന്നുണ്ടെങ്കിലും പ്രൈമായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നതിൽ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിവിലേജ് കൂടുതലാണ്. അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ബാക്കി കാര്യങ്ങളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് കുറച്ചധികം പ്രിവിലേജ് കിട്ടുന്നുണ്ടെന്നുള്ളതൊരു വലിയ സത്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിലൊക്കെ ഇട്ടാലും ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് തൂക്കുകയർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനിയിപ്പം സുപ്രീം കോടതിയിൽ തൂക്കുകയർ വന്നാൽ പോലും പിന്നീട് അങ്ങോട്ട് ഉള്ള സമയത്ത് പല കാരണങ്ങളും, അതായത് നല്ല നടപ്പ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രിവിലേജസും കൂടെ കിട്ടി അതെല്ലാം മാറ്റി കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇതിലിപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുള്ളത് കൊണ്ടോ ഒന്നും വലിയ മാറ്റം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ എലക്ഷനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ പല പൊളിറ്റിക്കൽ പാർട്ടീസിനും ഇതിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇതൊന്നും ആരും ടേക്കപ്പ് ചെയ്ത് സംസാരിക്കുമെന്നോ അല്ലെങ്കിൽ അതിന് എഗൻസ്റ്റായിട്ട് നിൽക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അതിൽ നിന്ന് ചോര കുടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവൻ പാർട്ടികൾക്കെതിരെ, ഞാൻ സത്യത്തിൽ പാർട്ടീസിനൊക്കെ എതിരാണ്. എനിക്ക് ഒരുവിധം ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ പാർട്ടികളോടും എന്ന് വെച്ചാൽ ഞാൻ ഒരുവിധം എന്ന് പറയാനുള്ള ചില പാർട്ടിയെക്കുറിച്ച് ഞാനിപ്പോൾ പഠിച്ച് കുറേയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരുവിധം എല്ലാ പാർട്ടികളും ഇത് തന്നെയാണ്. ആർക്കും ഒരു ബെറ്റർ സൊസൈറ്റി അല്ല വേണ്ടത്. അതായത് ഇപ്പോൾ നിലവിലെ പ്രശ്നങ്ങൾ തീർക്കുക, അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയൊക്കെ എല്ലാം പ്രശ്നം. അങ്ങനെയുള്ള സൊസൈറ്റിയിലൊക്കെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ എന്തുണ്ടാവാനാണ്? ഒരു ഡെവലപ്മെൻറ്റ് ഞാൻ ബേസിക്കലി പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് പേര് ചർച്ച ചെയ്ത് പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വേണമെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഭയങ്കര പാടാണ്. ഇന്ന് PG ആണ് ഒരു ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് എല്ലാവരുടെ ഇടയിലുള്ളത്. ആ PG ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നു, നമുക്ക് അത് ചോദിക്കുന്നു, ഇത് ചോദിക്കുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എന്നോടുള്ള വിരോധം കാരണം പലയിടത്തും എൻ്റെ പഴയ കമ്പനിയിൽ നിന്ന് ചില ആൾക്കാർ, ഞാൻ കമ്പനി പറയണല്ലോ, ചില ആൾക്കാർ വിളിച്ചു പറഞ്ഞ് ആ ജോലിയും പോകുന്നു. അങ്ങനെ നമ്മുടെ മൊത്തത്തിൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ ജീവിച്ചു പോകും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം എടുത്തുന്നുള്ളൂ, സാധാരണക്കാരൻ ഞാനും സാധാരണക്കാരൻ തന്നെ. എന്നാലും ഒന്ന് എടുത്തു നോക്കുക, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് എടുത്ത് നോക്കുക. ഓരോ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ പറയുന്നത് പോലെ തന്നെ ഒരു കൊല ചെയ്ത ഒരുത്തവൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഈ നിയമത്തിനെ കുറ്റം പറയുന്നൊന്നുമല്ല കേട്ടോ. എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് ഉള്ള ലോകത്തിലെ തന്നെ നിയമങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡും ബാക്കി കാര്യങ്ങളും ഒക്കെ. പക്ഷെ എന്നാലും ഞാൻ അതിൻ്റെ ഒരു അവസ്ഥ പറയുകയാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞ് പിന്നെ അവന് പോലീസ് കൊണ്ടുപോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കോടതിയിലേക്ക് മാറ്റുന്ന സമയത്തിലാണെന്നുണ്ടെങ്കിലും ഇനി വിധി പറഞ്ഞു കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് പിന്നെയും കോടതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും സുഭിക്ഷമായ ജീവിതമാണ് ഒരു പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ളത് റീക്രിയേഷനാണ്, പണിയല്ല. പണിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്, ഇല്ലെന്നല്ല. അവിടെയും പൈസ കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, നിൻ്റെ എക്സ്പീരിയൻസോ നിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ജാതി സർട്ടിഫിക്കറ്റോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പഴയ ആൾക്കാർ നിനക്ക് പഴയ കമ്പനിയിൽ നിന്ന് ആരും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് എടുക്കാതിരിക്കുന്ന സിറ്റുവേഷനും വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറിഞ്ഞോ അറിയാതെ ജയിലിൽ പോയി ഇരിക്കുന്നതാണോ അടിപൊളി ജീവിതം എന്ന് തോന്നിപ്പോകും. പക്ഷെ അതൊന്നുമല്ല. ഞാൻ ഈ അടുത്ത് തന്നെ ഞാൻ കണ്ടതാണ്. അതായത് ഇപ്പോൾ ഗ്രീഷ്മയുടെ ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് തന്നെ മകൻ അമ്മയെ വെട്ടിക്കൊന്നു, അച്ഛനെ ലഹരിക്കടിമയായ മകൻ ആ ഇതിലിരുന്ന സമയത്ത് അടിച്ചു കൊന്നു. ഇനി കൊൽക്കത്തയിലെ വിഷയം, ഇങ്ങനെ പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഇതിനെല്ലാത്തിനും അവർക്ക് കൊടുക്കുന്ന ധൈര്യം എന്തായിരിക്കും?
ഇത് ചെയ്താലും ഇത്രയൊക്കെ അല്ലേ ഉണ്ടാവാൻ പോണുള്ളൂ, കൂടിപ്പോയ ഒരു ജീവപര്യന്തം അല്ലെങ്കിൽ ഇന്ന സംഭവം സുഭിക്ഷമായി അതുവരേക്കും ജീവിക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ ഗ്രീഷ്മയുടെ കേസിലാണെന്നുണ്ടെങ്കിലും ഗ്രീഷ്മ പറഞ്ഞു എന്ന് പറയണ കേട്ടതാണ്, എനിക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. 38 വയസ്സ് വരേക്കും അല്ലേ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാൻ ജീവിക്കാൻ. എടാ, സീ ദ ആറ്റിറ്റ്യൂഡ് ഡ്യൂഡ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സാധനം എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇതിനൊക്കെ ഉള്ളൊരു മറുപടി എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നവർക്ക് കൊലക്കയർ കൊടുക്കലാണോ ഇതിനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു ഉത്തരവ് അതൊരു വലിയ ഡിബേറ്റബിൾ ടോപ്പിക് തന്നെയാണ്. കാര്യം ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചത് കൊണ്ട് മാത്രം ഇതിലൊരു മാറ്റം വരാനും പോകുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊരു കൺക്ലൂഷനും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നാലും സൊസൈറ്റി ആകെ കയ്യിൽ നിന്ന് പോണ അവസ്ഥയില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് ഇത് സ്പോട്ടിഫൈയിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് റേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അവിടെ ഒന്ന് റേറ്റും കൂടെ ചെയ്ത് എന്നെ സഹായിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസവും കൂടെ വിഷ് ചെയ്തുകൊണ്ട് ആൻഡപ്പൻ ടോക്കീസിൽ നിന്നും ആൻഡപ്പൻ സൈനിങ് ഓഫ്.